വാർത്തയിലേക്ക് തിരിച്ചെത്താം. തൃശൂരിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കേന്ദ്ര സർക്കാർ വിവരങ്ങൾ തേടി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ സുരേഷ് ഗോപി തൃശൂർ സിറ്റി പോലീസിലും പരാതി നൽകി. മുൻ MLA അനിൽ അക്കരയുടെ പരാതിയിലും അന്വേഷണം തുടങ്ങി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസ് അന്വേഷണം ആരംഭിച്ചു. സുരേഷ് ഗോപിക്ക് സുരക്ഷ കൂട്ടാനും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മന്ത്രിക്കും സ്റ്റാഫുകൾക്കും നേരെ കയ്യേറ്റ ശ്രമമുണ്ടായെന്ന് സുരേഷ് ഗോപിയുടെ ഓഫീസ് അറിയിച്ച സാഹചര്യത്തിലാണ് സുരക്ഷ കൂട്ടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംഭവത്തിൽ സുരേഷ് ഗോപിയും സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. രാമനിലയം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർ മാർഗതടസ്സം സൃഷ്ടിച്ചെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും പരാതിയിലുണ്ട്. സുരേഷ് ഗോപിയുടെ പരാതിയിൽ സിറ്റി പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി. രാമനിലയം ഗസ്റ്റ് ഹൌസിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു. സംഭവത്തിൽ മുൻ MLA അനിൽ അക്കരയുടെ പരാതിയിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭരണഘടനയിൽ സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി സർക്കാർ നിലയത്തിൽ വെച്ച് കയ്യേറ്റം ചെയ്തത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം പരാതിക്കാരിൽ നിന്നും മാധ്യമപ്രവർത്തകരിൽ നിന്നും വേണ്ടിവന്നാൽ മൊഴിയെടുക്കുമെന്ന് SP അറിയിച്ചു. ലൈംഗികാരോപണം നേരിടുന്ന MLA മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രകോപനപരമായ പെരുമാറ്റം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. മാധ്യമപ്രവർത്തകർ തടസ്സം നിന്നെന്ന കേന്ദ്ര